സമസ്തകളുടെ ജമിയത്തുൽ ഉലമയെ ഉദ്ദേശിക്കേണ്ട ഒരു മഹല്ല് സംഗമം ഉണ്ടാക്കാൻ വേണ്ടി സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ ഒരു യഥാർത്ഥ മഹല്ല് സംഗമം നമുക്കൊന്നിരിക്കൽ നമ്മളെ സമ്മേളനത്തിന് മുമ്പോ അല്ലെങ്കിൽ അതിനോട് അടുത്തുകൊണ്ടൊക്കെ നമുക്ക് സംഗമിപ്പിക്കപ്പെടണം. അതിനുവേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് കേരള അടിസ്ഥാനത്തിലുള്ള എല്ലാ മഹല്ലുകളും സമസ്തകളുടെ ജമിയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ട എല്ലാ മഹല്ലുകളെയും 100ാം വാർഷികത്തിന്റെ ഒരു പാരിതോഷികം എന്നുള്ള നിലയ്ക്ക് എല്ലാ മഹല്ലുകളെയും ഒന്ന് സംഘടിപ്പിച്ചുകൊണ്ടിട്ട് മഹല്ലുകൾക്ക് ആവശ്യമാകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ചെയ്യാം. യഥാർത്ഥത്തിൽ മഹല്ലുകളൊക്കെ സമസ്തന്റെ നേതൃത്വത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടതാണ് ഓരോ മഹല്ലുകളും. ആ മഹല്ലുകളൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ സമസ്തന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടത്. അപ്പൊ സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ ഒരു വിശാലമായ ഒരു മഹല്ല് സംഗമം ഇൻഷാ അല്ലാഹ് സംഘടിപ്പിക്കപ്പെടും. കാരണം മഹല്ലുകളെ നമുക്ക് ഒന്നുകൂടി സജീവമാക്കേണ്ടതുണ്ട്. ഈയിടെ ഒരു പുതിയ ശബ്ദം ഉണ്ടായതായി കേട്ടു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ മഹല്ലുകൾ രജിസ്റ്റർ ചെയ്യണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ രജിസ്റ്റർ ചെയ്തത് തന്നെയാണ് ഈ മഹല്ല് സംവിധാനം എന്ന് പറഞ്ഞാൽ. സുന്നി മഹൽ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിലുള്ള മഹല്ല് രജിസ്ട്രേഷൻ സംവിധാനം എന്ന് പറഞ്ഞാൽ സമസ്തയിൽ രജിസ്റ്റർ ചെയ്യൽ തന്നെയാണ്. സമസ്ത നേരിട്ട് എങ്ങനെ മഹല്ല് രജിസ്റ്റർ ചെയ്യുക, നേരിട്ട് മദ്രസ നടത്തുക, അങ്ങനെ സംവിധാനം ഇല്ല. സമസ്തക്ക് ഒരു ഖജാൻജി ഉണ്ടെന്നേ ഉള്ളൂ, ഫണ്ടില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ യോഗത്തിന് വരുന്ന പണ്ഡിതന്മാർക്ക് യാത്ര ചെലവ് കൊടുക്കൽ വിദ്യാഭ്യാസ ബോർഡാണ്. എന്ന് പറഞ്ഞാൽ സമസ്ത ഇത്തരം കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുന്ന രീതി ഇല്ല എന്നർത്ഥം. 100 കൊല്ലമായിട്ടൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ നേരിട്ട് സമസ്തയിൽ രജിസ്റ്റർ ചെയ്യണം മഹല്ലുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ എന്തോ ദുരുദ്ദേശ്യം ഉണ്ടാവും. കലിമത്തു ഹഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ എന്നൊരു ആപ്തവാക്യമുണ്ട്. കേട്ടാൽ തരക്കടില്ല, നല്ലതേനെന്ന് തോന്നും. അതുകൊണ്ട് ബാത്തിലാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടാവുക. കേട്ടാൽ തോന്നുന്നു സമസ്ത നേരിട്ടാണ്ട് രജിസ്റ്റർ ചെയ്യുക, സമസ്ത നേരിട്ട് മഹല്ലുകളെ പിന്നെ ഭരിക്കുക, നടത്തുക, സമസ്ത നേരിട്ട് പദ്ധതികൾ ആവിഷ്കരിക്കുക, ആസൂത്രണം ചെയ്യുക. അതുതന്നെയാണ് ഈ മഹല്ലിലൂടെ നടക്കുന്നത്. സമസ്തയുടെ മഹല്ലുകളാണ്. മലപ്പുറം ജില്ലയിൽ 4000 മസ്ജിദുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സുന്നി മഹൽ ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്താൽ സമസ്തയിൽ രജിസ്റ്റർ ചെയ്യുന്ന തുല്യമാണ്. സമസ്തയുടെ മദ്രസകളാണ് ഞങ്ങളെ മഹല്ലിലൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ സമസ്ത നേരിട്ട് മദ്രസ അംഗീകരിക്കണില്ല, പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നുമില്ല, മുഫത്തിസ്മാരെ അയക്കൊന്നുമില്ല. ഒക്കെ വിദ്യാഭ്യാസ ബോർഡാണ് ചെയ്യണത്. പാഠപുസ്തകത്തിൻ്റെ ചട്ട എടുത്തു നോക്കിയാൽ അല്ലെങ്കിൽ എൻ്റെ ചട്ടം മറിച്ചാൽ കാണും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന്. അപ്പോൾ ഈയിടെയായി ഇങ്ങനൊരു ശബ്ദം എവിടെന്നോ വന്നുവെങ്കിൽ കലിമത്തു ഹഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ എന്ന ആ പ്രസിദ്ധമായ വചനം ഞാൻ ഇവിടെ അനുസ്മരിക്കണം. അങ്ങനെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും പല പേരുകൾ, പല പ്രഖ്യാപനങ്ങൾ, പല സർക്കുലറുകൾ, സംവിധാനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതിനെതിരെ ബോധവാന്മാരാകാൻ നിങ്ങൾ സന്നദ്ധരാകണം, നാം സന്നദ്ധരാകണം. മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞ ഒരാള്, അയാൾ മൊയ്ലിയരും ആയിരിക്കാം, രംഗത്ത് വന്നതുകൊണ്ട് അതിൽ കുടുങ്ങാൻ പാടില്ല. അതൊരു ചതിക്കുഴിയാണ് എന്ന് മനസ്സിലാക്കണം. ഉദാഹരണമാണ് പറഞ്ഞത്. അപ്പൊ മഹല്ലുകൾ എങ്ങനെയെല്ലാം നടത്തപ്പെടണമോ അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ എന്നാണ് അതിൻ്റെ പേര്. സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ അതിന് പരിപാടികളും പദ്ധതികളും പ്ലാനിങ്ങും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്, ആവിഷ്കരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകണം.
നമ്മളിങ്ങനെ കേട്ടതാണ് ഇങ്ങനെ ഒരു ശബ്ദം പുറത്ത് വന്നിട്ടുണ്ടെന്ന്. അതിൻ്റെ ഹഖീഖത്ത് മനസ്സിലായിട്ടില്ല. അപ്പം അതൊരു ചതിക്കുഴിയാണോ എന്ന് ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം. അങ്ങനെ പല ദുഷ്ടലാക്കുകളോട് കൂടിയും പല പവിത്ര കർമ്മങ്ങളും നടത്തപ്പെട്ടിട്ടുണ്ട് ചരിത്രത്തിൽ. മുസാഫ് ഇങ്ങനെ കോലുമ കുത്തി കയറ്റിയിട്ട് അള്ളാഹുവിനാകുന്നു അധികാരം എന്ന മുദ്രാവാക്യം വിളിക്കപ്പെട്ട സംഭവം